ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികൾക്കായി JK എജുലേറ്റ് തയ്യാറാക്കുന്ന ഹെൽപ്പ് വീഡിയോസിലെ 7ാമത് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2P ട്യൂബ് ആനിമേഷൻ ഗ്രാഫിക്കൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ബാക്ക്ഗ്രൗണ്ട് ചലിപ്പിച്ച് ചലനം സാധ്യമാകുന്ന രീതിയാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത്. കൂടാതെ 3 ഓബ്ജക്റ്റുകളുടെ ചലനം വീഡിയോയുടെ അവസാന ഭാഗത്ത് വിവരിക്കുന്നു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഈ പ്രവർത്തനങ്ങൾ ചെയ്ത് നിങ്ങളുടെ ലിറ്റിൽ കൈ മാസ്റ്റർക്കോ മിസ്റ്റർക്കോ അയച്ചു നൽകുക. ഈ യൂട്യൂബ് ചാനൽ കാണുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തുടർ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. മാത്രമല്ല ലൈക്ക് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ഓരോ ഫ്രെയിമിലെയും ചിത്രത്തിന്റെ സ്ഥാനം മാറ്റിയാണ് നാം ആനിമേഷനിൽ ചലനം സാധ്യമാക്കിയത്. എന്നാൽ ഇപ്രകാരമല്ലാതെ ബാക്ക്ഗ്രൗണ്ടിനെ ചലിപ്പിച്ചു ചലനം എന്ന ഫീലിംഗ് നമുക്കുണ്ടാക്കാൻ സാധിക്കും. ഇത് എപ്രകാരമാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായി സാധാരണ പോലെ തന്നെ ആപ്ലിക്കേഷൻ, ഗ്രാഫിക്സ്, 2P ട്യൂബ് ഡെസ്ക് തുറക്കുക. ക്ലോസ് ചെയ്തു. ഫയൽ, ന്യൂ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യുക. പ്രോജക്റ്റ് നെയിം നൽകുക. my_project6 എന്ന പേരിൽ ഞാൻ സേവ് ചെയ്യുന്നു. അതുപോലെ തന്നെ FPS എന്നത് 25 വേണമെന്നില്ല, തൽക്കാലം 10 എന്ന് ആക്കി മാറ്റുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. തുറന്നു വരുന്ന ജാലകത്തിൽ ഫ്രെയിം മോഡ് ആയിരിക്കും ഡിഫോൾട്ട് ആയി ഉണ്ടാവുക. ഫ്രെയിം മോഡ് മാറ്റി ഡൈനാമിക് BG മോഡിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡൈനാമിക് BG മോഡ് ഡൈനാമിക് ആണ്. ഡൈനാമിക് പറഞ്ഞാൽ ചലനം സാധ്യമാണ്, ചലിക്കുക. ഡൈനാമിക് BG മോഡിൽ ഇമ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. ഇമ്പോർട്ട് ബിറ്റ്മാപ്പ് എവിടെയാണ് കിടക്കുന്നത്? ഇമേജിലുള്ള background.png ഓപ്പൺ ചെയ്യുന്നു. യെസ് എന്ന് നൽകുന്നു. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ലഭിച്ചു. പക്ഷെ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഡൈനാമിക് BG മോഡിലാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം നമുക്ക് എയറോപ്ലെയിനെ കൊണ്ടുവരണം. അതിനായി ഡൈനാമിക് BG മോഡിൽ ഫ്രെയിമുകളൊന്നും ഇല്ലാതിരുന്നതിനാൽ ഇവിടെ ചലനം സാധ്യമാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എയറോപ്ലെയിനെ ഫ്രെയിം മോഡിലാണ് കൊണ്ടുവരുന്നത്. അതിനായി ഡൈനാമിക് BG മോഡ് എന്നത് മാറ്റി ഫ്രെയിം മോഡ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇമ്പോർട്ട് ബിറ്റ്മാപ്പ് എയറോപ്ലെയിൻ ഓപ്പൺ ചെയ്യുക. യെസ് ക്ലിക്ക് ചെയ്യുന്നു. ഓബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിലെ പോലെ തന്നെ അതിനെ നമ്മൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ച് ക്രമീകരിച്ച് വെക്കുന്നു. ഇനി നമ്മൾ നൽകിയിരുന്നത് പോലെ തന്നെ ഈ എയറോപ്ലെയിനിന് എക്സ്റ്റൻഡഡ് ഫ്രെയിം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചലനം സാധ്യമാക്കുന്നു. അതിനായി മൗസ് പോയിന്റർ ശ്രദ്ധിക്കുക. എക്സ്റ്റൻഡഡ് ഫ്രെയിം ഇപ്പോൾ 1ാമത്തെ ഫ്രെയിമിലാണ് ഇരിക്കുന്നത്. അതിനെ നമുക്ക് ആവശ്യമുള്ളത്ര എക്സ്റ്റൻഡഡ് ഫ്രെയിമിലേക്ക് മാറ്റുക. നോക്കൂ, ആ സ്ക്രീനിലേക്ക് നോക്കൂ. ബാക്ക്ഗ്രൗണ്ട് നീങ്ങുന്നതായിട്ട് കാണുന്നില്ലേ? നമ്മൾ ഏകദേശം 30 ഫ്രെയിമിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്തു. ഇനി നമുക്ക് പ്ലെയർ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഒന്ന് ആനിമേറ്റ് ചെയ്ത് നോക്കുക. പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് ചലിക്കുന്നത് കൊണ്ട് തന്നെ എയറോപ്ലെയിൻ മൂവ് ചെയ്യുന്നതായുള്ള ഫീലിംഗ് നമുക്ക് അനുഭവപ്പെടുന്നു. അപ്പൊ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ചലിപ്പിച്ചുകൊണ്ട് നമുക്ക് ചലനം സാധ്യമാക്കാൻ സാധിക്കും. ഇനി നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇതിനെ ഫയൽ എടുത്തു, എക്സ്പോർട്ട് പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്തു, വീഡിയോ ഫോർമാറ്റ് MP4 വീഡിയോ എന്ന് നൽകി നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു.
ഇവിടെ ഒരു സീനാണ് നമ്മൾ നൽകിയത്. ഈ സീൻ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഈ സീൻ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും വേണമെങ്കിൽ ഇവിടെ കാണിക്കാവുന്നതാണ്. ഉദാഹരണമായി ഈ സീൻ ഞാൻ ഒരു 4-5 പ്രാവശ്യം ഞാൻ ഒരേ സീൻ തന്നെ കാണിക്കണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നും സീനിനെ വലതുവശത്തേക്ക് മാറ്റിയതിനു ശേഷം നെക്സ്റ്റ് നൽകി മൈ പ്രോജക്റ്റ് MP4 നൽകി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ എവിടെയാണ് നമ്മൾ സേവ് ചെയ്തിരുന്നത്? ഡെസ്ക്ടോപ്പിലുള്ള റാംജി എന്ന ഫോൾഡറിനുള്ളിലുള്ള ഗ്രാഫിക്സ് ആൻഡ് ആനിമേഷൻ എന്ന ഫോൾഡറിലാണ് നമ്മൾ ഇത് സേവ് ചെയ്തിരുന്നത്. ഒരു പേര് കൊടുത്ത് നമ്മൾ സേവ് ചെയ്യുന്നു. മൈ പ്രോജക്റ്റ് 6 എന്ന പേരിൽ സേവ് ചെയ്യുന്നു. എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ആ ഫോൾഡർ ഒന്ന് തുറന്ന് പരിശോധിക്കാം. അതിനായി റാംജി എന്ന ഫോൾഡറിനുള്ളിലുള്ള ഗ്രാഫിക്സ് ആൻഡ് ആനിമേഷൻ തുറന്ന് നമുക്ക് ആവശ്യമുള്ള മൈ പ്രോജക്റ്റ് 6 ഒന്ന് തുറന്നു നോക്കുക. നമ്മൾ 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ട് 5 പ്രാവശ്യമുള്ള പ്രവർത്തനം ഇവിടെ നടക്കുന്നതായിട്ട് കാണാം. ഇപ്രകാരം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചലിപ്പിച്ചുകൊണ്ട് ആനിമേഷൻ സാധ്യമാക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് മറ്റൊരു പ്രവർത്തനം കൂടി നോക്കാം. ഇനി നാം ചെയ്യുന്ന പ്രവർത്തനം ഇതുവരെ പഠിച്ചിട്ടുള്ള വിവിധ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി ഒരു റോഡിലൂടെ ഒരു വാഹനം മൂവ് ചെയ്യുന്ന, ഒരു റോഡിലൂടെ കാർ മൂവ് ചെയ്യുന്ന പ്രവർത്തനമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇവിടെ നാം ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ നാം പഠിച്ചിട്ടുള്ള 3 തരം മോഡുകളും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇവിടെ 3 തരം മോഡുകളും ഉപയോഗപ്പെടുത്തുന്നു. നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. 2p ട്യൂബ് ഡെസ്ക് തുറക്കുക. ആപ്ലിക്കേഷൻ, ഗ്രാഫിക്സ്, 2p ട്യൂബ് ഡെസ്ക് തുറക്കുക. ഫയൽ, ന്യൂ പ്രോജക്റ്റ്, മൈ പ്രോജക്റ്റ് 7. എൻ്റെ 7ാമത്തെ പ്രോജക്റ്റാണ്. മൈ പ്രോജക്റ്റ് 7 എന്ന് നൽകി ഇവിടെ FPS 10 എന്ന് നൽകി ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആദ്യം പശ്ചാത്തലം ഡൈനാമിക് BG മോഡിലാണ് ഉൾപ്പെടുത്തുന്നത്. അതിന് തന്നെ ഫ്രെയിം മോഡ് മാറ്റി ഡൈനാമിക് BG മോഡ് സെലക്ട് ചെയ്യുക. തുറന്ന് ഡൈനാമിക് ബാക്ക്ഗ്രൗണ്ട് സ്ക്രീനിലേക്ക് കൊണ്ടുവരണം. അതിനായി ഇമ്പോർട്ട് ബിറ്റ്മാപ്പ്, ഡെസ്ക്ടോപ്പിലുള്ള ഇമേജ് എന്നതിൽ നിന്നും road.png എന്ന് പറയുന്ന ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവരിക. യെസ് നൽകി. ഇപ്പോൾ ഇവിടെ റോഡ് എന്നത് കൊണ്ടുവന്നു, റോഡ് എന്ന ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നത് ഡൈനാമിക് BG മോഡിലാണ്. ഇവിടെ വസ്തുക്കൾക്ക് ചലനം സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ, പുതിയ വസ്തുക്കളെ കൊണ്ടുവന്ന് അതിന് ചലനം സാധ്യമാക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അടുത്തതായി കൊണ്ടുവരുന്നത് കാറിന്റെ ചിത്രമാണ്. ഡൈനാമിക് BG മോഡ് മാറ്റിയതിനു ശേഷം സ്റ്റാറ്റിക് BG മോഡ് തുറന്ന് സ്റ്റാറ്റിക് BG മോഡ് മാറ്റുക. ഡൈനാമിക് BG മോഡിന് പകരം സ്റ്റാറ്റിക് BG മോഡാക്കി മാറ്റുക. തുടർന്ന് ഇമ്പോർട്ടിൽ നിന്നും ബിറ്റ്മാപ്പിൽ നിന്നും car.png ഓപ്പൺ ചെയ്യുക. ഓബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. നമ്മളിന്ന് ചെറുതാക്കി ഇതിനെ അറേഞ്ച് ചെയ്യുന്നു. റോഡിലേക്ക് ഇറക്കി വയ്ക്കുന്നു. ഇപ്പോൾ നമ്മുടെ കാറും ബാക്ക്ഗ്രൗണ്ടും റെഡിയായി. കാറ് കൊണ്ടുവന്നത് സ്റ്റാറ്റിക് BG മോഡിലാണെന്ന് ശ്രദ്ധിക്കുക. ഇവിടെ കാറ് മൂവ് ചെയ്യുന്നില്ല, പകരം ബാക്ക്ഗ്രൗണ്ട് ചലിക്കുന്നു. ചലനം സ്വാഭാവികമാക്കാൻ വേണ്ടി നമുക്ക് ടയറുകൾക്കും ചലനം കൊടുക്കുന്നു. ഇനി ടയർ വേണമല്ലോ, ടയർ കൊണ്ടുവരിക. ടയർ കൊണ്ടുവരുന്നത് ഏത് മോഡിലാണ്? ടയർ കൊണ്ടുവരുന്നത് ഫ്രെയിം മോഡിലാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിക് BG മോഡ് എന്ന് മാറ്റി ഫ്രെയിം മോഡ് കൊണ്ടുവരിക. അതിനുശേഷം ഇമ്പോർട്ട് ബിറ്റ്മാപ്പ് എന്ന ക്രമത്തിൽ
ടയർ ഡോട്ട് പി എൻ ജി ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ടയർ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇനി ഈ ടയറിനെ നമ്മുടെ കാറിന്റെ ഫ്രെയിം മോഡിൽ ഒന്നാമത്തെ ഫ്രെയിമിൽ ഒന്നാമത്തെ ചക്രത്തിന്റെ സ്ഥാനത്തായി ക്രമീകരിക്കുക. ഇതിനെ ഇവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ ഇപ്പൊ നമുക്ക് വലുപ്പം ക്രമീകരിക്കും. ഇത്ര വലുപ്പം വേണ്ട, നമ്മൾ വലുപ്പം ഒന്ന് കുറച്ചു. നമ്മൾ ആവശ്യാനുസരണം നിങ്ങൾക്ക് വലുപ്പം കുറയ്ക്കാം, കൂട്ടുകയൊക്കെ ചെയ്യാം. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, വലുപ്പമൊക്കെ കുറച്ച് ഒന്ന് ക്രമീകരിക്കും. ഇപ്പോൾ ഒരു ചക്രം അവിടെ ക്രമീകരിച്ചു. ഇത് ഒന്നാമത്തെ ഫ്രെയിമിലാണ് ചക്രം ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി നാം ചെയ്യേണ്ടത് ഈ ചക്രത്തിന് ചലനം വരുത്തുന്നതിന് വേണ്ടി, ചക്രത്തിന്റെ സ്വാഭാവിക ചലനം വരുത്തുന്നതിന് വേണ്ടി അത് റൊട്ടേഷൻ ട്യൂണിങ് നടത്തുകയാണ് വേണ്ടത്. അതിനായി നമുക്കറിയാം, ഇടതു ഭാഗത്തുള്ള ട്യൂണിംഗ് ടൂൾ ബോക്സിൽ നിന്നും റൊട്ടേഷൻ ട്യൂൺ സെലക്ട് ചെയ്യുന്നു. റൊട്ടേഷൻ ട്യൂണിംഗ് സെലക്ട് ചെയ്തതിനു ശേഷം പ്രത്യക്ഷപ്പെടുന്ന ക്രിയേറ്റ് എ ന്യൂ ട്യൂൺ മൗസ് പോയിന്റർ ശ്രദ്ധിക്കുക, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇനി ഇതിന് ചലനം സാധ്യമാകാൻ വേണ്ടി ചിത്രം ഒന്ന് സെലക്ട് ചെയ്തതിനു ശേഷം സെറ്റ് പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് വരുന്ന ജാലകത്തിൽ നിന്നും എൻഡിങ് അറ്റ് ഫ്രെയിം 1 എന്ന് മാറ്റി അത് 30 എന്ന് നൽകുന്നു. 30ഓ 40ഓ ആവശ്യാനുസരണം നൽകാം. മറ്റുള്ളവയ്ക്കൊന്നും മാറ്റം വരുത്തുന്നില്ല. എന്നാൽ സ്പീഡ് എന്നതിൽ നിന്നും 1 എന്നത് മാറ്റി ഏകദേശം 15 അല്ലെങ്കിൽ 20 ക്രമീകരിക്കുന്നു. അതിനുശേഷം സേവ് ട്യൂൺ നോക്കൂ, മൗസ് പോയിന്റ് ശ്രദ്ധിക്കുക, സേവ് ട്യൂണിംഗ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇതോടുകൂടി ഫ്രെയിമിൽ 1 മുതൽ 30 വരെയുള്ള ഫ്രെയിമുകളിൽ ഇതിൻ്റെ ട്യൂണിംഗ് പൂർത്തിയായിരിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ ചക്രം നമ്മൾ ക്രമീകരിച്ചു കഴിഞ്ഞു. ഇത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ നോക്കാം? പ്ലെയറിൽ ക്ലിക്ക് ചെയ്ത് പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് ചലിക്കുന്നു, അതുപോലെ തന്നെ ടയറും ചലിക്കുന്നു. ഇപ്പോൾ കാർ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. ഇനി നമ്മൾ തിരിച്ച് ആനിമേഷൻ ക്ലിക്ക് ചെയ്ത് തിരിച്ചു പോകുന്നു. വീണ്ടും വരുത്താനുള്ള മാറ്റങ്ങൾ വരുത്തുന്നു. വീണ്ടും ഒരു ടയർ കൂടി കൊണ്ടുവരുന്നു. ഒന്നെങ്കിൽ ഈ ടയറിന്റെ കോപ്പി എടുത്ത് ഇവിടെ വെക്കാം, അതല്ലെങ്കിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇമ്പോർട്ട് ബിറ്റ്മാപ്പ് ടയർ ഡോട്ട് പി എൻ ജി ഓപ്പൺ ചെയ്യുന്നു. ഒരു ടയർ ഇവിടെ ലഭിക്കുന്നു. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ കൊണ്ടുവന്ന് അതിനെ ക്രമീകരിക്കുന്നു. ടയർ യഥാക്രമം ക്രമീകരിച്ച ശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ട്യൂണിംഗ് സങ്കേതം ഉപയോഗിക്കുന്നു. റൊട്ടേഷൻ ട്യൂൺ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ക്രിയേറ്റ് എ ന്യൂ എന്നതിൽ നിന്നും ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം സെറ്റ് പ്രോപ്പർട്ടീസ് എടുക്കുന്നു. 1 to 30 ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. നേരത്തെ ചെയ്ത അതേ പ്രവർത്തനം ഇവിടെ വന്നിട്ടുണ്ട്. 1 to 30 ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 1 എന്ന് മാറ്റി 20 ആക്കി മാറ്റുന്നു. അതിനുശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ട്യൂണിംഗ് അവിടെ നടന്നു കഴിഞ്ഞു. രണ്ടാമത്തെ ട്യൂണിംഗ് പ്രവർത്തനവും നടന്നു കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കിയാലോ, എന്താണ് ഉണ്ടാവുക എന്ന് നോക്കാം. പ്ലെയറിൽ ക്ലിക്ക് ചെയ്തു, വീണ്ടും പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്തു. കണ്ടോ, നമ്മുടെ കാറ് മൂവ് ചെയ്യുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നു. ഇനി ഇതേ ചിത്രത്തിൽ നമുക്ക് മറ്റൊരു ഓബ്ജക്റ്റ് കൂടി കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായി ഇമ്പോർട്ടിൽ നിന്നും നമ്മൾ ശേഖരിച്ചു വെച്ചിരുന്ന ഏതെങ്കിലും ഒരു ചിത്രം, ഉദാഹരണത്തിന് കഴിഞ്ഞ പ്രാവശ്യത്തെ എയറോപ്ലെയിൻ ഡോട്ട് പി എൻ ജി ഓപ്പൺ ചെയ്യുന്നു. യെസ് ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ഓബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചതിനെ ഒന്ന് ചെറുതാക്കുന്നു. നമ്മളിതിനെ ഒരു ഭാഗത്തേക്ക് ക്രമീകരിക്കും. ഇനി നാം ആദ്യത്തെ ക്ലാസ്സുകളിൽ പഠിച്ച പോലെ തന്നെ നമ്മൾ പൊസിഷൻ ട്യൂണിംഗ് ഉപയോഗിച്ച് ഇതിനെ മാറ്റം വരുത്തുന്നു. നോക്കൂ, നമ്മൾ ട്യൂണിങ്ങിൽ നിന്നും പൊസിഷൻ ട്യൂൺ ക്ലിക്ക് ചെയ്യുന്നു. ആഡ് ക്രിയേറ്റ് ന്യൂ ട്യൂൺ വന്നല്ലോ. നമ്മൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തതിനു ശേഷം ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. സെറ്റ് പാത്ത് പ്രോപ്പർട്ടീസ് എടുക്കുന്നു. അതിനുശേഷം നമ്മൾ ട്യൂൺ ചെയ്യേണ്ട സ്ഥലങ്ങൾ കാണിക്കുന്നു.
1 2 3 4 5 6 7 എന്ന ക്രമത്തിൽ കാണിക്കുന്നു. അതിനുശേഷം താഴെ സേവ് ട്യൂണിംഗ് ക്ലിക്ക് ചെയ്യുന്നു. സേവ് ട്യൂണിംഗ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ക്ലിക്ക് ചെയ്തു. ഇനി ഇത് എപ്രകാരം വർക്ക് ചെയ്യുന്നു നമുക്കൊന്ന് നോക്കാം. പ്ലെയറിൽ നിന്നും പ്ലേ ക്ലിക്ക് ചെയ്യുന്നു. അല്ലേ, നമ്മുടെ 2 ഓബ്ജക്റ്റുകൾക്കും ഇവിടെ ആനിമേഷൻ സംഭവിച്ചിരിക്കുന്നു. ഇനി മറ്റൊരു ചിത്രം കൂടി നാം കൊണ്ടുവരുന്നു. ഇമ്പോർട്ടിൽ നിന്നും ഇമ്പോർട്ട് നമ്മൾ മൂന്നാമതൊരു ഓബ്ജക്റ്റിനെ കൂടി കൊണ്ടുവരുന്നു. എങ്ങനെ കൊണ്ടുവരുന്നത്? ഇമ്പോർട്ട് ബിറ്റ് മാപ്പ് .png ഓപ്പൺ ചെയ്യുന്നു. ഈ ചിത്രം സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുപോയി വെക്കുന്നു. അതിനെ ഞാൻ ചെറുതാക്കുന്നു. വളരെയധികം ചെറുതാക്കിയതിനു ശേഷം ഞാൻ ഇവിടേക്ക് അതിനെ കൊണ്ടുവന്ന് വെക്കുന്നു. അതിനുശേഷം ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന മൂന്നാമത് കൊണ്ടുവന്ന ഓബ്ജക്റ്റിന് ട്യൂണിംഗ് നൽകുന്നു. സെലക്ട് ചെയ്തു. അതിനുശേഷം ട്യൂണിങ്ങിലേക്ക് പോയി പൊസിഷൻ ട്യൂൺ എന്ന് കൊടുക്കുന്നു. പുതിയൊരു ട്യൂണിംഗ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു. സെറ്റ് പാത്ത് പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുന്നു. അതിൻ്റെ പാത്ത് കാണിച്ചു നൽകുന്നു. അതിനുശേഷം സേവ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഈ പ്രവർത്തനം ഒന്ന് നോക്കാം. അതിനായി പ്ലെയറിൽ പോയി പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഒരേ സമയം 3 പ്രവർത്തനം ഇവിടെ നടക്കുന്നു. 3 പ്രവർത്തനവും നടക്കുന്നു. ഇനി നമുക്കിത് നമ്മുടെ FPS എന്നത് 25 എന്നത് മാറ്റി 10 ആക്കി നോക്കൂ. 10 ആക്കി നോക്കിയാൽ എന്ത് സംഭവിക്കും? കേട്ടോ, അത് സ്പീഡൊന്ന് കുറഞ്ഞ് കുറച്ചുകൂടി അതിനൊരു സ്വാഭാവികത വരുത്താൻ സാധിക്കുന്നു. FPS മാറ്റുന്നു. അപ്പോൾ ഈ 3 പ്രവർത്തനങ്ങൾ വീഡിയോയിൽ ആദ്യത്തിൽ പറഞ്ഞ പോലെ 3 ഓബ്ജക്റ്റുകളെ നമ്മൾ കൊണ്ടുവന്നു. 3 എണ്ണത്തിനെയും ആനിമേറ്റ് ചെയ്തു. ഇനി നമ്മുടെ പ്രവർത്തനം എന്താണ്? ഇതിനെ നമുക്കൊരു വീഡിയോ ആക്കി മാറ്റി നമ്മുടെ കൂട്ടുകാർക്ക് നൽകണം. അതിനായി ഇതിൽ നിന്നും എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്നു. എക്സ്പോർട്ട് ഇവിടുന്ന് തന്നെ എക്സ്പോർട്ട് ചെയ്യാം. അല്ലെങ്കിൽ എവിടെ പോവാം? അല്ലെങ്കിൽ ആനിമേഷനിൽ പോയി ഫയലിൽ നിന്നും എക്സ്പോർട്ട് പ്രോജക്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഫോർമാറ്റ് എന്നതിന് MP4 വീഡിയോ എന്ന് സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു സീന് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് തന്നെ നമുക്ക് വീണ്ടും വീണ്ടും പ്രാവശ്യം കാണിക്കണമെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിനെ സെലക്ട് ചെയ്ത് 1 2 3 4 5 പ്രാവശ്യം നൽകിയാൽ മതി. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ പേരിൽ തന്നെ പ്രോജക്റ്റ് 7 എന്ന പേരിൽ അവിടെ ഡെസ്ക്ടോപ്പിലുള്ള റാംജി എന്ന ഫോൾഡറിൽ ഗ്രാഫിക്സ് ആൻഡ് ആനിമേഷൻ എന്ന ഫോൾഡറിൽ അതിനെ മൈ പ്രോജക്റ്റ് 7 എന്നോ 8 എന്നോ നൽകി നമുക്കതിനെ എന്ത് ചെയ്യാവുന്നതാണ്? അവിടെ സേവ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ റാംജി എന്ന ഫോൾഡറിൽ അതിൻ്റെ വീഡിയോ ലഭ്യമായിട്ടുണ്ടാവും. നമുക്കതൊന്ന് നോക്കാം. തുറന്നു. ഗ്രാഫിക്സ് ആൻഡ് ആനിമേഷൻ ഓപ്പൺ ചെയ്തു. മൈ പ്രോജക്റ്റ് 7.mp4 ഓപ്പൺ ആയിട്ടുണ്ട് അല്ലേ? നോക്കൂ, നമ്മൾ 5 പ്രാവശ്യം ആയതുകൊണ്ട് 5 പ്രാവശ്യം ഈ പ്രവർത്തനം നമുക്ക് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ 2p2 ഡെസ്കിലുള്ള 3 ഓബ്ജക്റ്റുകളെ കൊണ്ടുവന്നു. 3 ഓബ്ജക്റ്റുകൾക്കും ചലനം സാധ്യമാക്കിയതിനു ശേഷം വീഡിയോ ആക്കി നമ്മൾ മാറ്റി. ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ലിറ്റിൽ കൈറ്റ് മാസ്റ്റർക്കോ മിസ്റ്റർക്കോ അയച്ചു നൽകുക. അതുപോലെ തന്നെ ഇതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് നല്ല പോലെ പഠിക്കുക. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ തുടർ വീഡിയോകളുമായി വീണ്ടും കാണാം.